ബ്യൂട്ടിഫുൾ ഫിലിം, എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ്. വളരെ ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മീര ജാസ്മിൻ വളരെ നന്നായിട്ടുണ്ട്, നരേൻ അതിഗംഭീരായിട്ടുണ്ട്. ഇതിലുള്ള മറ്റ് ക്യാരക്ടേഴ്സിന് മീരയുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് ആയിട്ട് അഭിനയിച്ച കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലികാന്തിയുടെ റോള്, അതായത് നരേൻ്റെ അമ്മയായിട്ട് വരുന്ന മല്ലികാന്തിയുടെ റോള് അസലായിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുണ്ട്, അതിൻ്റെ ഹ്യൂമറൊക്കെ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഓർമ്മ കിട്ടിയെന്ന് മാത്രമല്ല, അതിനേക്ക് വർഷങ്ങൾ മാറിയിട്ട് നമ്മൾ ആ പേരിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പേരായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ നൊസ്റ്റാൾജി ശരിക്കും വരും, പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും. ഫസ്റ്റ് ഹാഫൊക്കെ ശരിക്കും ഫുൾ രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതിൻ്റെ സിനിമയുടെ കാമ്പ് എന്താണെന്ന് ചുരുളഴിഞ്ഞു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോൾ നമുക്ക് ആ ഫിലിമിൻ്റെ ഫുള്ളവിടെ സത്ത് ഫുള്ളവിടെ കിട്ടി. അതെ അതെ, അല്ലല്ല, ഇത് റോം കോം അല്ലേ. അപ്പൊ ഇതിന് നമ്മൾ അഡ്വൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും പഠിക്കാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ പടം കാണുന്നത്. ഇതൊരു ഫൺ ഫിലിമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞു പോകണം. നമുക്ക് മനസ്സ് തട്ടുന്ന കുറേ ബുദ്ധിമുട്ടുള്ള സീൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവസാനത്തിൽ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇറങ്ങി വരാം. സിനിമ ഒരിക്കലും മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മെസ്സേജ് സിനിമയിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഏത് സിനിമയിലാണ് നമ്മൾ മെസ്സേജ്? ഏതൊക്കെയാണ്? സിനിമ ഇസ് എ വെരി പേഴ്സണൽ തിങ്. എനിക്ക് സിനിമ എന്ന് പറയുന്നത് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് കാണുന്നൊരു സാധനമല്ല. അതിന് നല്ല പുസ്തകങ്ങൾ വായിക്കാം. സന്തോഷം തോന്നി. അങ്ങനെ കോംബോ പല മുഹൂർത്തങ്ങളിലും അതിലൊരു ചിരിയും ഹ്യൂമറും ഇതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സബ്ജക്റ്റ് വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിന് എല്ലാവരും പോയി പടം കാണണം.